ഇനി ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഉപ്പുമാവാണ് ചെയ്തെടുക്കുന്നത്. ഒരു വട്ടം നിങ്ങൾ ഈ രീതിയിൽ ഉപ്പുമാവ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, തയ്യാറാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 വറ്റൽമുളകും കൂടെ ചേർക്കാം. ഇനി ഈ കടലപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കടലപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറക്കാത്ത റവയാണ്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്, ഉപ്പുമാവിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ഈ ഉപ്പുമാവിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നെയ്യൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ റവ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നല്ലോണം തിളപ്പിച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. കട്ടയായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചു കൊടുക്കുക. നല്ലോണം ഇളക്കിയെടുക്കുക. അപ്പോൾ റവ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളിത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും, അത്ര ടേസ്റ്റിയാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.